ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി പാഠം 4 കായലാമു നേവേഞ്ചിമു തന്നിന്ത ചവി. മുളങ്കൂമും നേവേഞ്ചിയും തന്നിരുന്ന രുചി. സുകുമാരൻ ചാലിഗദ്ദ. സുകുമാരൻ ചാലിഗദ്ദ എഴുതിയ ബേത്തിമാരൻ എന്ന ആത്മകഥാപരമായ രചനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. ഗോത്ര സമൂഹം ഭക്ഷണം തേടുന്നതിനും പാകം ചെയ്യുന്നതിനും വ്യത്യസ്ത രീതി പുലർത്തുന്നവരാണ്. അത്തരമൊരു അനുഭവമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് പാഠം നോക്കാം. കായലമു നേവേഞ്ചിമു തന്നിന്ത ചവി. മുളങ്കൂമ്പും നേവേഞ്ചിയും തന്നിരുന്ന രുചി. കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇലക്കറികൾ, പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയുടെ ഉള്ളിലെ താള്, കാട്ടുപഴങ്ങൾ, മുളങ്കൂമ്പ് ഇതൊക്കെ നല്ല പോഷകമുള്ള ആഹാരമാണ്. മുള പൂക്കുന്ന സമയമുണ്ട്. അപ്പോൾ പോയി കൂമ്പുനുള്ളി ചെറുതായി അരിഞ്ഞെടുക്കും. എന്നിട്ട് അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം. അല്ലെങ്കിൽ അതിൻ്റെ കട്ട് പോവില്ല. എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് വേവിച്ച മുള ചേർത്ത് ഒന്നുകൂടി വേവിച്ച് കഴിക്കാം. പണ്ടുള്ളവർക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഒന്നുമില്ല. അവര് മൃഗങ്ങളുടെ നെയ്യില വേവിച്ച മുളക്കൂമ്പ് താളിക്കുന്നത്. നേവേഞ്ചിന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണത്. നേവേഞ്ചി വർഷത്തിലൊരിക്കലേ കിട്ടുള്ളൂ. പല വലിപ്പത്തിലും ഉണ്ടാവും. വേനൽക്കാലത്താ ഇത് കിട്ടുന്നത്. ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ പുഴയിലെ വെള്ളം വറ്റില്ലേ, അപ്പോഴാണ് നേവേഞ്ചി കിട്ടുക. ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല. എല്ലാവരും നേവേഞ്ചി പൊറുക്കാൻ കാട്ടിൽ പോകും. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല. സ്ത്രീകളും ഇത്തിരി പോന്ന കുട്ടികളും നേവേഞ്ചി മുങ്ങിയെടുക്കും. കൊണ്ടുവന്നിട്ടത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങും. എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും. തോടിലുള്ള കറകളൊക്കെ പോണം. ഉള്ളിലെ ഇറച്ചി വെന്താൽ കൂടെ ഞണ്ടും ചേർക്കും. ചിലവര് പരങ്ങിക്കായി പപ്പായ ചേർക്കും. ചക്കരക്കായ് ചേർത്താലും സ്വാദാണ്. ഈ നെയ്വേഞ്ചിയുടെ പുറകുവശം നീണ്ടു നിൽക്കുന്നുണ്ടാവും. അത് പൊട്ടിച്ചു കളയണം. മുളകുപൊടി, ചമ്പരവിത്ത് അരച്ചത്, മല്ലിപ്പൊടി അതൊക്കെ ഇടണം. നേവേഞ്ചിക്ക് നല്ല എരിവ് വേണം. വെന്ത് കഴിയുമ്പോൾ കൂടെ ചേർത്ത് വേവിച്ച പച്ചക്കറിക്കായി വെന്ത് നേവേഞ്ചിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ചൂട് പോകുമ്പോഴേക്കും കഴിച്ചു തുടങ്ങണം. ചോറിൻ്റെ കൂടെയല്ലാതെ വെറുതെയും കഴിക്കാം. ബേത്തിമാരൻ സുകുമാരൻ ചാലിഗദ്ദ. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം, പറയാം. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തെല്ലാമായിരിക്കും മക്കളെ? ഇലക്കറികൾ, പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയുടെ ഉള്ളിലെ താള്, കാട്ടുപഴങ്ങൾ, മുളക്കൂമ്പ് എന്നിവയാണ് പ്രധാന ഭക്ഷണ വിഭവങ്ങൾ. അടുത്തത്, മുളക്കൂമ്പിൽ കട്ട് പോകാൻ എന്താണ് ചെയ്യുന്നത്? എന്താണ് മക്കളെ ചെയ്യുന്നത്? മുളക്കൂമ്പിൽ കട്ട് പോകാൻ കൂമ്പ് ചെറുതായി അരിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം. എന്നാലേ കട്ട് പോവുകയുള്ളൂ. അടുത്തത്, ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല. എന്താണ് കാരണം? എന്തായിരിക്കും? വേനൽക്കാലത്ത് എല്ലാവരും നേവേഞ്ചി പൊറുക്കാനായി കാട്ടിലേക്ക് പോകും. അപ്പോൾ ഊരിലൊന്നും ആരും ഉണ്ടാവില്ല. അടുത്ത ചോദ്യം, നേവേഞ്ചി പൊറുക്കുന്നതിലെ പ്രത്യേകത എന്തായിരിക്കും? ഊരിലെ എല്ലാവരും നേവേഞ്ചി പൊറുക്കാൻ കാട്ടിൽ പോകും. സ്ത്രീകളും പുരുഷന്മാരും ഇത്തിരി പോന്ന കുഞ്ഞുങ്ങളും അടക്കം നേവേഞ്ചി മുങ്ങിയെടുക്കും. അടുത്ത ചോദ്യം, നേവേഞ്ചിയുടെ തോടിലെ കര പോകാൻ എന്താണ് ചെയ്യുന്നത്? നേവേഞ്ചി കൊണ്ടുവന്ന് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങും. എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും. തോടിലുള്ള കറ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത പ്രവർത്തനം, നേവേഞ്ചിയുടെ രുചി. നേവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലിഗദ്ദ വിവരിച്ചിട്ടുണ്ട്. ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കൂ. ഈ നേവേഞ്ചി എന്ന് വെച്ചാൽ അത് പാടത്തും പുഴയിലുമെല്ലാം കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ്. ഇതിനെ ഞവണിക്ക എന്നും നമച്ചി എന്നുമെല്ലാം പറയാറുണ്ട്. ഇനി നമുക്കിതിൻ്റെ
ഉത്തരം നോക്കാം. രുചികരമായ നേവേഞ്ചി. നമ്മുടെ നാടൻ ജലാശയങ്ങളിലും പുഴകളിലും വേനൽക്കാലമായാൽ ഇഷ്ടം പോലെ ലഭിക്കുന്ന ജീവിയാണ് നേവേഞ്ചി. ശരീരഭാഗം മുഴുവൻ തോടുകളാൽ പൊതിഞ്ഞ ഒരു ജീവി. വെള്ളത്തിലൂടെ വളരെ പതുക്കെയേ അവ സഞ്ചരിക്കുകയുള്ളൂ. ഇവ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണ വിഭവമാണ്. വേനൽക്കാലമായാൽ കുഞ്ഞു കുട്ടികളടക്കം പുരുഷനും സ്ത്രീയും എല്ലാവരും ചേർന്നാണ് ഇവ ശേഖരിക്കാൻ പുഴയിലിറങ്ങുക. പൊറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഇവയെ വൃത്തിയായി കഴുകി ഉപ്പും മഞ്ഞളും ചേർത്ത് പുഴുങ്ങിയെടുക്കും. വെന്തു കഴിഞ്ഞാൽ വെള്ളം വാർത്ത് അതിൻ്റെ തോടിലുള്ള കറകൾ ഒഴിവാക്കും. അതിനുശേഷം ചിലർ അതിൻ്റെ കൂടെ ഞണ്ടുകൾ കൂടി ചേർക്കും. പപ്പായ, മധുരക്കിഴങ്ങ് എന്നിവയും ചേർക്കുന്നവരുണ്ട്. പിന്നീട് നെയ്വേഞ്ചിയുടെ പുറകുവശത്ത് നീണ്ടു നിൽക്കുന്ന തോട് പൊട്ടിച്ചു കളയും. മുളകുപൊടി, മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് നല്ല എരിവോടെ ഇത് തയ്യാറാക്കും. പപ്പായ, മധുരക്കിഴങ്ങ് എന്നിവ നേവേഞ്ചിയുടെ ഇറച്ചിയോട് ചേരുമ്പോൾ നല്ല സ്വാദായിരിക്കും. ഊണിനൊപ്പവും അല്ലാതെയും ഈ വിഭവം കഴിക്കാനാവും. അടുത്ത പ്രവർത്തനം. ഹായ്, എന്തു രുചി! ഓരോ നാടിൻ്റെയും നിറവും മണവും രുചിയുമെല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അവയെപ്പറ്റി മുത്തശ്ശിമാരോടോ മുത്തച്ഛന്മാരോടോ മറ്റു മുതിർന്നവരോടോ അഭിമുഖ സംഭാഷണം നടത്തൂ. ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണേ. നമുക്കൊരു മാതൃക നോക്കാം. തനു: മുത്തശ്ശി, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാവുന്ന പ്രധാന പലഹാരങ്ങൾ ഏതൊക്കെയാണ്? മുത്തശ്ശി: നമ്മൾ കഴിക്കുന്നവ നിനക്കറിയാമല്ലോ. അല്ലാതെ വട്ടയപ്പം, ബണ്ടുപുട്ട്, കപ്പപ്പുട്ട്, ഏത്തക്ക കുറുക്ക്, വത്സൻ എന്നിങ്ങനെ ഒട്ടേറെയുണ്ട്. തനു: ഇന്ന് ഇവയൊന്നും ഉണ്ടാക്കാറില്ലേ? മുത്തശ്ശി: ഇതിൽ പലതും ഉണ്ടാക്കാൻ അറിയാത്തവരാണ് കൂടുതൽ. തനു: എന്തൊക്കെയാണ് വത്സൻ എന്ന പലഹാരത്തിൽ ചേരുന്ന സാധനങ്ങൾ? മുത്തശ്ശി: ഗോതമ്പ് പൊടി, ശർക്കര, തേങ്ങ എന്നിവയാണ് പ്രധാനമായും വേണ്ടത്. തനു: അവയുടെ അളവ് കൂടി പറയുമോ? മുത്തശ്ശി: ഗോതമ്പ് പൊടി 1/2 കിലോ, ശർക്കര 1/4 കിലോ, തേങ്ങ 1 മുറി, ഉപ്പ്, വെള്ളം എന്നിവ പാകത്തിന്, ജീരകം ഏലക്ക പൊടിച്ചത് 1 സ്പൂൺ. തനു: തയ്യാറാക്കുന്ന വിധം കൂടി പറയൂ. മുത്തശ്ശി: ശർക്കര അല്പം വെള്ളം ചേർത്ത് പാനിയാക്കി വറ്റിച്ചെടുക്കുക. തേങ്ങ ചെറുതായി അരിഞ്ഞെടുക്കുക. ഗോതമ്പ് പൊടിയിൽ ശർക്കരപ്പാനി ചെറു ചൂടോടെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കുക. ജീരകവും ഏലക്ക പൊടിച്ചതും ഉപ്പും തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായി മയത്തിൽ ഒന്നുകൂടെ കുഴയ്ക്കുക. വാഴയില 3 വിരൽ വീതിയിൽ മുറിച്ച് കുമ്പിൾ കുത്തി അതിൽ തയ്യാറാക്കിയ മാവ് നിറച്ച് ഇല മടക്കിയെടുക്കുക. ഇങ്ങനെ മുഴുവൻ മാവും ഇലയിൽ നിറച്ച് ത്രികോണാകൃതിയിൽ മടക്കി അപ്പച്ചെമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. സ്വാദിഷ്ടമായ വത്സൻ റെഡി. തനു: നന്ദി മുത്തശ്ശി. അടുത്ത ദിവസം മുത്തശ്ശി എനിക്കിത് ഉണ്ടാക്കി തരണം. അടുത്തത്. സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും പാചകക്കുറിപ്പുകളും ചേർത്ത് ഒരു നാട്ടുരുചി പതിപ്പ് തയ്യാറാക്കൂ. നമുക്ക് നോക്കാം. ആദ്യം അരിയുണ്ട. കുത്തരി 1 ഗ്ലാസ്, 1 ഗ്ലാസ് തേങ്ങ, 3/4 മുതൽ 1 ഗ്ലാസ് വരെ ശർക്കര, അരി നന്നായി പൊരിയുന്നത് വരെ, എണ്ണ ചേർക്കരുത്, വറക്കുക. അരി വറുത്തത് തണുക്കുമ്പോൾ മിക്സിയിൽ പൊടിച്ച് അത് മാറ്റിവെക്കുക. തേങ്ങ ചിരങ്ങിയതും മിക്സിയിൽ പൊടിക്കുക. ചിരകിയ ശർക്കരയും പൊടിക്കുക. മൂന്നും കൂടി നന്നായി കുഴക്കുക. വേണമെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം. ഉരുളകളാക്കി മാറ്റിവെക്കുക. 4 ദിവസം വരെ നല്ല സ്വാദോടെ ഉപയോഗിക്കാം. അടുത്തത് കപ്പപ്പുട്ട്. പച്ച കപ്പ തൊണ്ട് കളഞ്ഞ് വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി അരിഞ്ഞെടുത്ത് വെയിലത്ത് വെച്ചു അല്പം പോലും ജലാംശമില്ലാതെ ഉണക്കിയെടുക്കുക. ഇത് മിക്സിയിൽ പൊടിച്ച് അരിച്ചെടുക്കുക. ഈ പൊടി സൂക്ഷിച്ചു വയ്ക്കാം. ഇതാണ് കപ്പപ്പൊടി. പൊടിയിൽ നിന്നും ആവശ്യത്തിനുള്ളത് എടുത്ത് ഉപ്പും വെള്ളവും ചേർത്ത് പുട്ടിൻ്റെ പരുവത്തിന് നനച്ചു വയ്ക്കുക. നനച്ച പൊടി തേങ്ങ ചിരകിയതും ചേർത്ത് ഉതിർത്തെടുത്ത് ആവിയിൽ പുഴുങ്ങുക. ഇതാണ് കപ്പപ്പുട്ട്. ചില നാട്ടിൻ പുറങ്ങളിൽ ഇതിനെ കപ്പവണ്ട് എന്നും പറയാറുണ്ട്. കപ്പപ്പൊടി കടകളിൽ വാങ്ങാൻ കിട്ടും. അടുത്തത് കിണ്ണത്തപ്പം. ആവശ്യമായ സാധനങ്ങൾ: വറുത്ത അരിപ്പൊടി ഒട്ടും തരങ്ങില്ലാതെ വീണ്ടും അരിച്ചത് 1 കപ്പ് വടിച്ച്, തേങ്ങ ചുരണ്ടിയത് 2.5 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, ഉപ്പ് ലേശം, ഏലക്കപ്പൊടി ലേശം, നെയ്യ് ലേശം. അടുത്തത് ഉണ്ടാക്കാവുന്ന വിധം.
തേങ്ങ ചുരണ്ടിയതിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അടിക്കുക. ഏകദേശം 1½ കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ അരിച്ച് എടുക്കുക. അരിപ്പൊടിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ കലക്കി വയ്ക്കുക. ഉപ്പ്, പഞ്ചസാര, ഏലക്കപ്പൊടി എന്നിവയും ചേർത്ത് ഇളക്കുക. കുറച്ച് സമയം 1/2 മണിക്കൂർ അനങ്ങാതെ വയ്ക്കുക. അല്പം കുഴിവുള്ള ഒരു പ്ലേറ്റിൽ കിണ്ണത്തിൽ ലേശം നെയ്യ് തൂക്കുക. തയ്യാറാക്കിയ കൂട്ട് ഇതിൽ ഒഴിക്കുക. അപ്പച്ചെമ്പിലോ പ്രഷർ കുക്കറിലോ വെച്ച് ആവി കയറ്റി വേവിക്കുക. തണുത്താൽ കഷ്ണങ്ങളാക്കുക. താല്പര്യമുള്ളവർക്ക് കൂട്ട് തയ്യാറാകുമ്പോൾ നട്ട്സോ തൊലി കളഞ്ഞ നീല കടലപ്പരിപ്പോ ഏത്തപ്പഴമോ അരിഞ്ഞിടാം. നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാൽ തന്നെയാണ് ഇതിൻ്റെ ശരിയായ രുചിക്ക് അടിസ്ഥാനം. ആദ്യം പകുതി തേങ്ങയിൽ 1 കപ്പ് വെള്ളമൊഴിച്ച് അടിച്ച് പാൽ അരിച്ചെടുക്കുക. ഇതേ പാൽ ബാക്കി തേങ്ങയിൽ ഒഴിച്ച് വീണ്ടും അടിച്ച് അരിക്കുക. നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും. നമ്മൾ പാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ചെയ്തു നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.